കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ കെ.വി. കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർവഹിച്ചു. സിഒയുടെ 14ാമത് സംസ്ഥാന കൺവെൻഷൻ വേദിയിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം. കേരള വിഷന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന കെ.എസ്.ഇ.ബിയുടെ നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകി. കേരളത്തിൽ എല്ലായിടത്തും ഇന്റർനെറ്റ്, എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന കേരള വിഷന്റെ ഏറെ നാളത്തെ സ്വപ്നമാണ് കെ.വി. കണക്റ്റിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കേരള വിഷന്റെ 12 ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളിൽ ആർക്കും കെ.വി. കണക്റ്റ് പ്ലാൻ എടുത്തിട്ടുള്ള വരിക്കാരന്റെ വൈഫൈ പരിധിയിലെത്തിയാൽ സ്വന്തം കണക്ഷനിലെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഇന്റർനെറ്റ് എടുക്കാം. കെ.വി. കണക്റ്റ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഉപഭോക്താവിന് കേരള വിഷൻ പ്രൊഫഷണൽ വൈഫൈ റൌട്ടറും സൗജന്യമായി ലഭിക്കും. കെ.വി. കണക്റ്റ് സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കേരള വിഷന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന കെ.എസ്.ഇ.ബി നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്ന ഉറപ്പും നൽകി. കെ.എസ്.ഇ.ബിയുടെ കാര്യത്തിൽ ഞാൻ പണ്ട് അസംബ്ലി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ പഴയ ഭാരവാഹികൾ അത് ഉറപ്പായിട്ട് നമുക്ക് ശ്രദ്ധിക്കുക. ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനമുണ്ട്. നിങ്ങളുടേത് കാശ് എല്ലാ വർഷവും മേടിക്കുകയും മറ്റവർക്ക് എല്ലാവർക്കും വലിയ ഇത് കൊടുക്കുകയും ചെയ്യും. അത് ഉറപ്പായിട്ട് നമ്മൾ നിയമസഭയിൽ തന്നെ ഞങ്ങളത് കൊണ്ടുവന്ന് അതിനകത്തൊരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ള വാക്കുകൂടി ഞാൻ. കെ.വി. കണക്റ്റ് വഴി കേരള വിഷൻ ഉപഭോക്താക്കൾ അല്ലാത്തവർക്കും റെയിൽവേ സ്റ്റേഷനിലേതുപോലെ പബ്ലിക് ഹോട്ട്സ്പോട്ടായി നിശ്ചിത സമയത്തേക്ക് സൗജന്യമായി ഇന്റർനെറ്റ് ലഭിക്കും. കൂടാതെ കെ.വി. കണക്റ്റ് പ്ലാൻ എടുക്കുന്ന സ്ഥാപനങ്ങൾ, ഷോപ്പുകൾ എന്നിവയുടെ പരസ്യങ്ങൾ വൈഫൈ ലോഗിൻ പേജിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.ബി. സുരേഷ് സ്വാഗതവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര നന്ദിയും പറഞ്ഞു.